വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ SIP-യെക്കുറിച്ചും അതുപോലെ ബാങ്ക്സിൻ്റെ റെക്കറിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ SIP-യുടെയും റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെയും കമ്പാരിസൺ ആർട്ടിക്കിൾസിലെല്ലാം അവർ SIP-യാണ് ഫേവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ SIP-യും റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് രണ്ട് റിസ്ക് പ്രൊഫൈലുള്ള രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ SIP എന്ന് പറയുന്നത് റെക്കറിംഗ് ഡെപ്പോസിറ്റിന് പകരമാകുന്നില്ല, അതുപോലെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് SIP-ക്കും പകരമാകുന്നില്ല. പക്ഷേ ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ഞാൻ ഈ എപ്പിസോഡിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ SIP-യെക്കുറിച്ചും റെക്കറിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ ഈ രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസണുമാണ് ഞാൻ പറയാൻ പോകുന്നത്. SIP എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് വീക്ക്ലിന്നോ മന്ത്ലിന്നോ ക്വാർട്ടർലിന്നോ പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് SIP എന്ന് പറയുന്നത്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ബാങ്കിൻ്റെ ഒരു സ്പെഷ്യൽ അക്കൗണ്ടിലോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ആ സ്പെഷ്യൽ അക്കൗണ്ടിനാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയായിരിക്കും. റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെയും SIP-യുടെയും ഒരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇതാണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 വർഷത്തേക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. പക്ഷേ SIP എന്ന് പറഞ്ഞാൽ 20-30 വർഷം വരെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ ആനുവൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 6-8% ആണ്. SIP-യുടെ പാസ്റ്റ് റിട്ടേൺസ് എന്ന് പറയുന്നത് 12-14% ആണ്. അതിൻ്റെ അകത്ത് കീ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ആ 6-8% റിട്ടേൺസ് എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആണ്. പക്ഷേ SIP-യുടെ ഈ 12-14% എന്ന് പറയുന്നത് പാസ്റ്റ് റിട്ടേൺസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അത് ഫ്യൂച്ചറിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് അല്ല. പക്ഷേ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങളൊരു റെക്കറിംഗ് ഡെപ്പോസിറ്റും SIP-യും ഒരേ സമയം സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ടിൻ്റെയും റിട്ടേൺസ് എന്ന് പറയുന്നത് 8% ആണെന്ന് വിചാരിച്ചു. ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫൈനൽ റിട്ടേൺസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പക്ഷേ റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ റിട്ടേൺസിന് കൂടുതൽ ടാക്സ് ആപ്ലിക്കബിൾ ആണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ റിട്ടേൺസിന് TDS ആപ്ലിക്കബിൾ ആണ്. പക്ഷേ SIP-യുടെയോ മ്യൂച്വൽ ഫണ്ടിൻ്റെയോ റിട്ടേൺസിന് TDS ആപ്ലിക്കബിൾ അല്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റിലെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സേഫ് ആണ്. പക്ഷേ SIP-യിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിസ്ക്കിയാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റിയാണ്. നമുക്കൊരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ അതേ പ്ലസ് ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റ് എത്രയാണോ അതും കൂടെ ചേർത്താണ് നമുക്ക് തരുന്നത്. പക്ഷേ ഒരു SIP-യിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് പോലും ഒരു ഗ്യാരണ്ടി ഇല്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ചാർജസ് ആണ്. നമ്മളൊരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് 0 കോസ്റ്റ് ആണ്. പക്ഷേ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അതിൻ്റെ 1-2% ആ ഫണ്ട് കമ്പനി ചാർജ് ചെയ്യും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ്. റെക്കറിംഗ് ഡെപ്പോസിറ്റ് മിക്കതും മന്ത്ലി ആണ്, അതായത് ഓരോ മാസമാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ SIP എന്ന് പറഞ്ഞാൽ അത് വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, ക്വാർട്ടർലിയും ഉണ്ട്. നിങ്ങളിപ്പം TV-യിലോ മാഗസിൻസിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ 1000 രൂപ വെച്ചിട്ട് ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടും, അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപ കിട്ടും എന്നൊക്കെ. അതിലെല്ലാം അവർ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ SIP ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആണെന്നാണ്. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ 3 SIP അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 2 എണ്ണം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ മീഡിയയിലെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഹ്യൂജ് റിട്ടേൺസ് കിട്ടുമെന്നാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർ പാസ്റ്റ് റിട്ടേൺസും എടുത്ത് കാണിക്കും. പക്ഷേ അതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ പാസ്റ്റ് റിട്ടേൺസ് പറയുന്നത് ഗ്യാരണ്ടീഡ് അല്ല. മാത്രമല്ല നിങ്ങളിപ്പോൾ ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റിലാണ് മാസം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം 1.25 ലക്ഷം രൂപ കിട്ടത്തുള്ളായിരിക്കും. പക്ഷേ അത് ഗ്യാരണ്ടീഡ് ആണ്. SIP-യിൽ ഈ പറയുന്ന 1000 രൂപ വെച്ചിട്ട് ഓരോ മാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പം 2 ലക്ഷവും 2.5 ലക്ഷവും 3 ലക്ഷവും ഒക്കെ കിട്ടുമായിരിക്കും. ഈ ഫണ്ടുകളൊക്കെ ഇത്രയും നാളും പ്രൊവൈഡ് ചെയ്ത റിട്ടേൺസ് ഒക്കെ ഫ്യൂച്ചറിലും തരണം. പക്ഷേ അതിന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. SIP എന്ന് പറയുന്നത് ഒരിക്കലും റെക്കറിംഗ് ഡെപ്പോസിറ്റിന് പകരമാകുന്നില്ല, അതുപോലെ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും SIP-ക്കും പകരമാകുന്നില്ല. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.